അപ്പോൾ പത്മരാജൻ സീരീസിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സിനിമ 1984 പത്മരാജന്റെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത കാണാമറയത്ത് എന്ന സിനിമയാണ്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി, ശോഭന, റഹ്മാൻ, സീമ, സബിത ആനന്ദ്, കവിയൂർ പൊന്നമ്മ, ഉണ്ണിമേരി, ബഹദൂർ, സുകുമാരി, ലാലു അലക്സ്, കുഞ്ചൻ എന്നിവരാണ്. ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച അണ്ടർ റേറ്റഡ് പെർഫോമൻസ് ആണ് ഈ സിനിമയിലെ റോയ്ച്ചൻ എന്ന കഥാപാത്രം. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമയൊന്നുമല്ല ഈ തനിയാവർത്തനം പോലെയുള്ള അങ്ങനെയുള്ള ക്യാരക്ടർ അല്ല ഇത്. റോയ്ച്ചൻ ഒരു സാധാരണ മനുഷ്യനാണ്. അതിലേക്ക് ഞാൻ വരാം. സിനിമയുടെ കഥ ഞാൻ പറയാം. 1980കളുടെ തുടക്കത്തിൽ സിനിമയുടെ ഒരു പുതിയ വികാസം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ശരിക്കും ആ സമയത്ത് IV ശശി മമ്മൂട്ടി കൂട്ടിയിട്ട് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ കൂടെ പത്മരാജനും കൂടെ ചേരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ അതൊരു ഉഗ്രൻ സിനിമയായിരിക്കുമെന്ന്. അതുപോലെ പിറവിയെടുത്ത ഒരു സിനിമയാണ് കാണാമറയത്ത്. മമ്മൂട്ടിയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് ശോഭനയുടെ പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ ശോഭനയുടെ തുടക്കകാലമാണ് ശരിക്കും ഈ സിനിമ. ഗംഭീര പെർഫോമൻസ് ആണ്. കൗമാരപ്രായത്തിലെ പൊസസീവ്നെസ് ഉള്ള ഒരു ലേഡി ക്യാരക്ടറായിട്ട് ശോഭന ശരിക്കും അഭിനയിച്ച് വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടർ. അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് വന്നാൽ പത്മരാജൻ കഥകളുടെ മുഖമുദ്രയായ താരുണ്യ ചാബല്യമാണ് ഈ സിനിമയുടെയും കഥാതന്തുവിൻ്റെ നട്ടെല്ല്. ഒരു ഓർഫനേജിൽ വളരുന്ന ഷേർലി എന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി. അനാഥയായതുകൊണ്ട് തന്നെ ഷേർലിയുടെ പഠിക്കാനുള്ള എല്ലാ സാമ്പത്തിക കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നത് ഒരു സ്പോൺസറായിരുന്നു. ആ സ്പോൺസർ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ്സുകാരൻ്റെ മരണത്തെ തുടർന്ന് അയാളുടെ മകൻ അയാളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. അത് റോയ്ച്ചൻ എന്ന കഥാപാത്രമാണ്. അതാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ. അങ്ങനെ ഒരു വേള റോയ്ച്ചൻ തീരുമാനിക്കുന്നു ഈ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് തുടരാൻ താല്പര്യമില്ലെന്ന്. അപ്പോൾ അനാഥാലയത്തിലെ മദർ സുപ്പീരിയർ ഈ റോയ്ച്ചനെ കാണാൻ വരുന്നു. റോയ്ച്ചനെ കണ്ട് ഷേർലിയുടെ അക്കാഡമിക് കഴിവുകളും കലാപരമായ കാര്യങ്ങളൊക്കെ റോയ്ച്ചനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. റോയ്ച്ചൻ ആ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഈ റോയ്ച്ചനും ഈ ഷേർലിയും പരസ്പരം കണ്ടിട്ടില്ല. പക്ഷേ റോയ്ച്ചൻ്റെ സഹോദരി പുത്രിയായ മേഴ്സി ഈ പറഞ്ഞ ഷേർലിയുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഷേർലിയും മേഴ്സിയും കൂട്ടുകാരികളായിരുന്നു. ഇതാണ് ബേസിക് പ്ലോട്ട്. ഇനി അങ്ങോട്ട് സിനിമ കാണുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടി സിനിമകളിൽ ഒന്നാണ് ഈ സിനിമ. ഞാനത് പറയാൻ കാരണം മമ്മൂട്ടിയുടെ ഒരു അണ്ടർ റേറ്റഡ് ക്യാരക്ടറാണ് ഈ റോയ്ച്ചൻ എന്ന കഥാപാത്രം. ശരിക്കും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് സീക്വൻസ് ഉണ്ട്. അതായത് ഈ റോയ്ച്ചൻ്റെ ഒരു സ്മൈൽ കൊടുക്കുന്ന ഒരു ക്ലൈമാക്സ് സീക്വൻസ് എൻ്റെ പൊന്നോ, മമ്മൂക്ക വേറെ ലെവലായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ആരാധകനാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കാണാമറയത്ത്. ആൻഡ് ഓൾസോ ശോഭനയുടെ പെർഫോമൻസ് അത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ മുന്നമേ പറഞ്ഞു, കിഡിലും പെർഫോമൻസ് ആണ്. പുള്ളിക്കാരുടെ ഫസ്റ്റ് അതായത് കരിയർ തുടങ്ങുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പീരീഡാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഭംഗിയായിട്ട് ശോഭന കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി അണിയറയിലേക്ക് വന്നാൽ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജയനൻ വിൻസെൻ്റ് ആണ്. 1980കളിലെ ഫേവറേറ്റ് സിനിമാറ്റോഗ്രാഫറാണ് ജയനൻ വിൻസെൻ്റ്. അപ്പോൾ പുള്ളിയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം പകർന്നിരിക്കുന്നത്. ഈ സിനിമ ഒരുപാട് പേർക്ക് പരിചിതമല്ലെങ്കിലും ഈ സിനിമയിലെ പാട്ട് മലയാളികൾ ആരും മറക്കാത്തൊരു പാട്ടാണ്. കേട്ടു നോക്കൂ. ഈ പാട്ടൊക്കെ ഇറങ്ങിയ ടൈമിലാണ് ശരിക്കും ശ്യാം എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈ പശ്ചാത്തല സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗുണസിംഗ് എന്ന് പറഞ്ഞാലാണ്. സിനിമ കണ്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ ഞാൻ ചുവടെ ലിങ്ക് ചേർക്കുന്നുണ്ട്. വീണ്ടും ഒരു പത്മരാജൻ സിനിമയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും